പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പകരുന്ന രോഗങ്ങളും അതേസമയം ക്യാൻസർ, പ്രമേഹം പോലുള്ളവ പകരാത്ത രോഗങ്ങളുമാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. മഹാമാരികൾ എന്ന് വെച്ചാല് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. COVID-19, പ്ലേഗ്, ക്ഷയം, വസൂരി തുടങ്ങിയവയൊക്കെ പാൻഡമിക്കിൽ പെടുന്നവയാണ്. ഇവയൊക്കെ മഹാമാരികൾക്ക് ഉദാഹരണങ്ങളാണ്. രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായിട്ടുള്ള ഒട്ടനേകം ബാക്ടീരിയകൾ ഉണ്ട്. നമ്മുടെ ആഹാരത്തിന്, ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം ഇവ സഹായിക്കുന്നുമുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദോശമാവ് പൊളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമാണ് മണ്ണിലെ വിഘാടകർ എന്നറിയപ്പെടുന്നത്. ഇവ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നു. ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായിട്ടുള്ള റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയൊക്കെ ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. രോഗങ്ങൾ പകരുന്ന വഴി. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെയും രോഗാണുവാഹകരിൽ നിന്നും സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് വിരശല്യവും ടെറ്റനസും. വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം. മണ്ണിലൂടെ വിരശല്യവും ടെറ്റനസും ആണ്. ജലവും ഭക്ഷണവും വഴിയാണ് ടൈഫോയിഡ് പകരുന്നത്. രോഗാണുവാഹകരിൽ നിന്ന് ഡെങ്കിപ്പനി കൊതുകിൽ നിന്നാണ്. മനുഷ്യരിൽ നിന്നാണ് കുഷ്ഠം പകരുന്നത്. പക്ഷികളിൽ നിന്ന് പക്ഷിപ്പനി ഉൾപ്പെടെയുള്ളവ പകരുന്നു. രോഗാണുവാഹകർ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. വെക്ടേഴ്സ്, ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം രോഗാണുവാഹകർ ഉണ്ട്. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടു തരം രോഗപ്രതിരോധ ശേഷിയാണുള്ളത്. ഒന്ന് സ്വാഭാവികവും മറ്റൊന്ന് ആർജിത രോഗപ്രതിരോധവുമാണ്. അടുത്തതായിട്ട് കുറച്ച് വാക്സിനുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. BCG, OPV, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പ് ബി, FIPV, RVPV. അടുത്ത എക്സാമിനൊക്കെ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. BCG ബാസിലസ് കാൽമറ്റ് ഗുറിൻ ആണ്. OPV ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസും RVV റോട്ടോ വൈറസ് വാക്സിനുമാണ്. ഓരോ സമയത്തും നമ്മൾ സ്വീകരിക്കേണ്ട വാക്സിനുകളുടെ ക്രമം കൊടുത്തിട്ടുണ്ട്. ജനന സമയത്ത് OPVയും BCGയും ഹെപ്പ് ബിയും ആണ് കൊടുക്കേണ്ടത്. അതേപോലെ 6 ആഴ്ച കഴിഞ്ഞാൽ OPV1ഉം RVV1ഉം പെന്റാവാലന്റ്1ഉം FIPV1ഉം PCV1ഉം നമുക്ക് കിട്ടും. അടുത്തതായിട്ട് 10 ആഴ്ച കഴിയുമ്പോഴാണ് OPV2, RVV2, പെന്റാവാലന്റ് 2 തുടങ്ങിയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്.
OPV3, RVV3, പെന്റാവാലന്റ് 3, FIPV2, PCV2 തുടങ്ങിയവ 14 ആഴ്ചകൾക്ക് ശേഷമാണ് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതേപോലെ MR മീസിൽസ് റുബെല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇതില് MR1ഉം PCV ബൂസ്റ്ററും വിറ്റാമിൻ A FIPV3യും 9ാം മാസമാണ് സ്വീകരിക്കേണ്ടത്. MR2 OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 തുടങ്ങിയവ 16 മുതൽ 24 മാസത്തിനുള്ളിൽ സ്വീകരിക്കണം. DPTയും ബൂസ്റ്റർ 2ഉം 5-6 വയസ്സുള്ളപ്പോഴാണ് സ്വീകരിക്കേണ്ടത്. TD1 അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 1 അത് 10 വയസ്സുള്ളപ്പോഴാണ് സ്വീകരിക്കേണ്ടത്. TD2 ഉണ്ട്, അത് 16 വയസ്സ് ഉണ്ടാവുമ്പോഴാണ് സ്വീകരിക്കേണ്ടത്. ശരിയായ അറിവും രോഗപ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താനും ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. പ്രധാനമായിട്ടും വാക്സിനുകളുടെ പേര്, അതെപ്പോഴാണ് എടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.